എല്ലാവർക്കും സലുക്കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഈ ക്രിസ്മസിന് ഡാർക്ക് ഫാന്റസി ആയി ചേർന്ന് ഒരു ഈസി കോഫി കൊക്കോ പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഫി തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഈ വലിയ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാണ്. ഈ ചെറിയ ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കും. ഈ വലിയ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഇത് നമുക്ക് ചോക്കോ ഫിൽസ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഫിയാണ്. ഈ ചെറിയ ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഇത് നമുക്ക് വിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു കിട്ടും. ഈ ചോക്കോ ഫിൽസ് മുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള കോഫി മതി. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കോഫി മാത്രം ഇതിലേക്ക് ഇട്ടത്. ഇനി ഇത് രണ്ടും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടയില്ലാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ കൊക്കോയുടെ കൂട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. ഞാനിവിടെ 1 കിലോ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീം പതഞ്ഞു വരുമ്പോഴേക്ക് ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഇതിവിടെ വിപ്പായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു 3 ബൗളിലേക്ക് മാറ്റുവാണ്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. നമ്മൾ വിപ്പിംഗ് ക്രീം 3 പോർഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പോർഷനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ഫാന്റസി ചോക്കോ ഫിൽസ് ഒരു 5 എണ്ണം ഒന്ന് പൊടിച്ചെടുക്കാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മതിയാകും. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ പൊടിച്ചെടുത്തത് നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കൊക്കോയുടെ ആ ഒരു മിക്സിംഗ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോഫിയുടെ കൂട്ടും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോഫിയുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി വെക്കാം. ഈ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നമ്മളൊന്നും ചേർക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഡാർക്ക് ഫാന്റസി ചോക്കോ ഫിൽസും ഉണ്ട്. കോഫി 1 കപ്പ് കലക്കി മാറ്റി വെച്ചതും ഉണ്ട്. അപ്പം ഇനി ഈ ഓരോ ചോക്കോ ഫിൽസും ഈ കോഫിയിൽ മുക്കിയിട്ട് നമുക്ക് ഈ ഗ്ലാസ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്കോ ഫിൽസ് എല്ലാം ഇതുപോലെ കോഫിയിൽ മുക്കിയിട്ട് നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ ഉണ്ട്,
പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. അടുത്ത ലെയർ നമ്മൾ കൊക്കോ പൗഡറും ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസും കൂടെ പൊടിച്ചിട്ട ആ ഒരു കൂട്ടാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ലെയർ ലെവൽ ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ കോഫി മിക്സ് ചെയ്തതാണ്. നമ്മളിവിടെ കോഫിയുടേതും ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇതിന് മുകളിലേക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ട് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പം ഞാനിതിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ചോക്കോ കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ മെൽസോ കോഫി ഫിൽസോ ഉപയോഗിച്ച് ഇതുപോലെ പുതുമയുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് വീഡിയോയോ ഫോട്ടോയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്ത് ഡാർക്ക് ഫാൻറ്റസി കോൺടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ഡാർക്ക് ഫാൻറ്റസി തന്നെ നേരിട്ട് ഗിഫ്റ്റ് ആമ്പർ അയച്ചു തരും. അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുമല്ലേ? അടുത്തിനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.